അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മാർക്കറ്റിൽ ഒരുപാടധികം അഫക്റ്റ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു അത്. ഗോൾഡിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തതും. ഒരുപാട് പേർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എനിക്കുൾപ്പെടെ പേഴ്സണലി നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് റീസൺ ആയിരുന്നത് അവിടുത്തെ ഒരു സെർവർ തകരാറിലായതാണ്. അതുകൊണ്ടാണ് ഫുൾ ലിക്വിഡിറ്റിയും വൈപ്പായത്. മാർക്കറ്റിൽ വേൾഡ് വൈഡ് സംഭവിച്ചതാണ്. അത് ഓൾമോസ്റ്റ് ഓക്കെ ആയത് നമ്മുടെ രാത്രി ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയപ്പോഴാണ്. ഏകദേശം 7 മണിയായപ്പോഴാണ് ആ ഓവറോൾ പ്രോബ്ലം ഒന്ന് സോൾവ് ആയത്. അതിനുശേഷം നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഓവറോൾ ലാസ്റ്റ് വീക്ക് ട്രേഡ് പെർഫോമൻസ് എങ്ങനെയാണ്, ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡിംഗ് സൈഡിൽ വരും. അപ്പോൾ ഹിസ്റ്ററി നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ആ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിട്ട് പോലും നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഓൾമോസ്റ്റ് $123 പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്ത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നും. ബട്ട് ഞാൻ എടുത്തേക്കുന്നത് $1,300, അതായത് $1,100 അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും 1 വീക്കിൽ ഞാൻ $10,000 10% അപ്പോൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊട്ടും കുറവായിട്ട് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ നമ്മളുടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ട്, അതിലെല്ലാം ഈ ട്രേഡ്സ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊരു $1,000 അക്കൗണ്ട് ബാലൻസ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ.